ബോർഡർ ഗവാസ്കർ ട്രോഫിയിലെ 4ാം ക്രിക്കറ്റ് ടെസ്റ്റിൽ വലിയ അയച്ചുപണികൾ നടത്താൻ ടീം ഇന്ത്യ. MCGയിലെ ബോക്സിംഗ് ഡേ ടെസ്റ്റ് മത്സരത്തിൽ ഇന്ത്യൻ നായകൻ രോഹിത് ശർമ്മയുടെ ബാറ്റിംഗ് പൊസിഷനിലടക്കം മാറ്റമുണ്ടാകുമെന്ന സൂചനകളാണ് പുറത്തുവരുന്നത്. 2ാം ടെസ്റ്റിലും 3ാം ടെസ്റ്റിലും മധ്യനിരയിലായിരുന്നു ഇന്ത്യക്കായി രോഹിത് ബാറ്റിംഗിനിറങ്ങിയത്. എന്നാൽ MCGയിലെ 4ാം ടെസ്റ്റിൽ രോഹിത് വൺ ഡൗൺ ആയി എത്തുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. രോഹിത് 3ാം നമ്പറിലെത്തിയാൽ ഗില്ലിനെ ഇന്ത്യ പ്ലേയിങ് 11-ൽ നിന്ന് ഒഴിവാക്കാനുള്ള സാധ്യതയുണ്ട്. പരിക്ക് മൂലം ഇന്ത്യയുടെ ഓസ്ട്രേലിയക്കെതിരായ ആദ്യ ക്രിക്കറ്റ് ടെസ്റ്റ് മത്സരത്തിൽ ഗില്ലിന് കളിക്കാൻ സാധിച്ചിരുന്നില്ല. ശേഷം ആഡലൈഡിലും ഗാബയിലും കളിച്ചെങ്കിലും മികച്ച പ്രകടനങ്ങളല്ല ഗില്ലിൽ നിന്നുണ്ടായത്. 2ാം ടെസ്റ്റ് മത്സരത്തിൽ 31, 28 എന്നിങ്ങനെയായിരുന്നു ഗില്ലിൻ്റെ സ്കോർ. 3ാം ടെസ്റ്റ് മത്സരത്തിൽ 1 റൺ മാത്രമായിരുന്നു ഗിൽ നേടിയത്. ഗിൽ ടീമിൽ ഇടം പിടിച്ചില്ലെങ്കിൽ 6ാം നമ്പറിൽ സർഫ്രാസ് ഖാനോ ധ്രുവ് ജുറലോ എത്താനാണ് സാധ്യത. MCGയിൽ ഇന്ത്യയുടെ ഓപ്പണേഴ്സായി ജയ്സ്വാളും രാഹുലും തന്നെ കളിക്കും. 3ാം നമ്പറിൽ രോഹിത് ശർമ്മയും 4ാം നമ്പറിൽ വിരാട് കോഹ്ലിയും ക്രീസിലെത്തിയേക്കും. 5ാം നമ്പറിലായിരിക്കും ഋഷഭ് പന്ത് ഇറങ്ങുക. ശേഷം 6ാം നമ്പറിൽ സർഫ്രാസ് ഖാനോ ജുറലോ ഇന്ത്യക്കായി മൈതാനത്ത് വരും. മാത്രമല്ല MCG ടെസ്റ്റിൽ വാഷിംഗ്ടൺ സുന്ദറിനെ ഇന്ത്യ കളിപ്പിക്കാനും സാധ്യതയുണ്ട്. 3ാം ടെസ്റ്റ് മത്സരത്തിൽ ബാറ്റിംഗിൽ മിന്നിച്ചുവെങ്കിലും ജഡേജ ടീമിൽ നിന്ന് പുറത്താകാൻ സാധ്യതയുണ്ട്. കാരണം ജഡേജയുടെ മോശം ബോളിംഗ് പ്രകടനം തന്നെയായിരുന്നു. ഈ സാഹചര്യത്തിലാണ് സുന്ദറിന് അവസരം ലഭിച്ചേക്കുക. ശേഷം ഇന്ത്യക്കായി 7ാം നമ്പറിൽ ഓൾറൗണ്ടർ നിതീഷ് കുമാർ റെഡ്ഡി തന്നെ ബാറ്റിങ്ങിനെത്തുമെന്ന് കരുതുന്നു. അങ്ങനെയെങ്കിൽ 8ാം നമ്പറിലാവും സുന്ദർ കളിക്കുക. ശേഷം പേസർമാരായി ജസ്പ്രീത് ബുംറ, ആകാശ് ദീപ്, മുഹമ്മദ് സിറാജ് എന്നിവർ തന്നെ തുടരാൻ സാധ്യതയുണ്ട്. ഇത്തരത്തിൽ ചില മാറ്റങ്ങളോടെയാവും ഇന്ത്യ നിർണായകമായ MCGയിലെ ബോക്സിംഗ് ഡേ ടെസ്റ്റിനിറങ്ങുക. ICC ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൻ്റെ ഫൈനലിൽ ഇടം പിടിക്കാൻ MCGയിൽ ഇന്ത്യയ്ക്ക് ഒരു തട്ടുപൊളിപ്പൻ വിജയം തന്നെ വേണം.